ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ബ്രഹ്മാവിന് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു. വിരാട് പുരുഷനിൽ നിന്ന് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന രാജാവിൻ്റെ ചോദ്യത്തിനും തുടർന്നുള്ള പല സംശയങ്ങൾക്കും നിവാരണത്തിനായി അതെല്ലാം ശ്രീ ശുകബ്രഹ്മർഷി ഭാഗവതാഖ്യാന രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ ആരംഭിക്കുന്നു. ആ മഹാഭാഗവത പുരാണത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് വർണ്ണിക്കുകയാണ് ഇവിടെ. തുടർന്ന് വിരാട് സ്വരൂപത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും തദധിഷ്ഠാന ദേവതകളും ഉണ്ടായതിനെക്കുറിച്ചും പറയുന്നു. ശ്രീശുകൻ പറയാൻ ആരംഭിക്കുന്നു. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോദയ മന്വന്തരേശാനുകഥ നിരോധോ മുക്തിരാശ്രയ. ശ്രീമദ് ഭാഗവതം മഹാപുരാണമാണ്. മഹാപുരാണ ലക്ഷണങ്ങൾ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതികൾ, മന്വന്തരങ്ങൾ, ഈശാനുകഥ, നിരോധം, മുക്തി, ആശയം എന്നിങ്ങനെ 10 എണ്ണമാണ്. അതായത് മൂലതത്വങ്ങളുടെ ഉൽപ്പത്തി, ബ്രഹ്മകൃതമായ ലോകസൃഷ്ടി, വിഷ്ണുവിൻ്റെ ലോകപരിപാലനം, ഭഗവാന്റെ ഭക്തജനാനുകമ്പ, കർമ്മവാസനകൾ, മന്വന്തരാധിപതികളുടെ ചരിതങ്ങൾ, ഭഗവാന്റെ ലീലാവതാരങ്ങൾ, പരമാത്മാവിൽ ജീവാത്മാക്കളുടെ സ്വാഭാവിക ലയം, ആത്യന്തിക ലയം, പരമാത്മതത്വം എന്നിവയുടെ പ്രതിപാദനം മഹാപുരാണങ്ങളിൽ കാണാം. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാന ശ്രുതേന അർത്ഥേന ചാഞ്ജസ. മഹാത്മാക്കൾ 10ാമത്തെ ലക്ഷണമായ ആശ്രയത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി സർഗാദികളായ 9 ലക്ഷണങ്ങളുടെയും സ്വരൂപത്തെ സ്തുതികളിലും മറ്റും ഉൾക്കൊള്ളുന്ന വേദവാക്യങ്ങൾ കൊണ്ടും കഥാഖ്യാനങ്ങളാലും വർണ്ണിക്കുന്നു. സർവേശ്വരനിൽ നിന്ന് പ്രകൃതി ഗുണങ്ങളുടെ വിക്ഷോഭം നിമിത്തം പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, മഹദഹങ്കാരങ്ങൾ എന്നീ മൂലതത്വങ്ങളുടെ വിരാട് സ്വരൂപമായിട്ടുള്ള ഉൽപ്പത്തിയെ സർഗം എന്ന് വിശേഷിപ്പിക്കുന്നു. വിരാട് പുരുഷനിൽ നിന്ന് ജാതനായ ബ്രഹ്മാവിലൂടെ ഉണ്ടായതായ ജഗൽ സൃഷ്ടിയെ വിസർഗം എന്ന് വിളിക്കുന്നു. സ്ഥിതി അല്ലെങ്കിൽ സ്ഥാനം എന്നത് സൃഷ്ടിക്കപ്പെട്ട ജീവരാശികളെ ധർമ്മപഥത്തിൽ ഒതുക്കി നിർത്തി രക്ഷിക്കുക എന്ന വിഷ്ണുവിൻ്റെ ശ്രേഷ്ഠതയാണ്. വിഷ്ണുവിൻ്റെ ഭക്താനുഗ്രഹ പ്രവണതയാണ് പോഷണം. അനുഗ്രഹീതരായ മന്വന്തരാധിപതികളുടെ പ്രജാപരിപാലനം എന്ന ധർമാനുഷ്ഠാനമാണ് മന്വന്തരങ്ങൾ. ജീവാത്മാക്കളുടെ ബന്ധം നിമിത്തം ഉണ്ടാകുന്ന കർമ്മവാസനകളാണ് ഊതികൾ. വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളിൽ നടന്ന സംഭവ പരമ്പരകളും ഭഗവാന്റെ അനുചരന്മാരായ സൽപുരുഷന്മാരുടെ കഥകളുമാണ് ഈശാനുകഥ. ജീവാത്മാവിന് പരമാത്മാവിൽ ഉണ്ടാകുന്ന ലയം
അതിനെ നിരോധം എന്ന് പറയുന്നു. അവിദ്യയാൽ ഉണ്ടായ ദേഹാദിയെ ഉപേക്ഷിച്ച് സ്വകീയമായ സ്വരൂപത്തോടുകൂടിയ സ്ഥിതി പ്രാപിക്കുന്നതിനെ മുക്തി എന്നാണ് വിളിക്കുക. ഉൽപ്പത്തിയും ലയവും ഏതൊരു തത്വത്തിൽ നിന്ന് ഉണ്ടാവുകയും പ്രകാശിക്കുകയും ചെയ്യുന്നുവോ, എന്തിനെയാണോ പരബ്രഹ്മം, പരമാത്മാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്, അത് ആശ്രയം എന്ന സംജ്ഞയാൽ അറിയപ്പെടുന്നു. യോധ്യാത്മികോയം പുരുഷസോസാവേവാധിദൈവിക യസ്തത്രോ ഭയവിച്ഛേദ പുരുഷോ ഹ്യാധിഭൗതിക. അധ്യാത്മം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ജീവൻ യാതൊന്നാണോ, ഇതുതന്നെയാണ് ആ അധിദൈവം. അധിദൈവം എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവനും അങ്ങനെ ഏകീഭാവമുള്ള അതിൽ രണ്ടായി തരംതിരിവുണ്ടാക്കുന്ന ജീവനും ഏതോ അത് അധിഭൂതം എന്നറിയപ്പെടുന്നു. ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല. രണ്ടെന്നത് വെറും തോന്നൽ മാത്രമാണ്. ഹരിനാമകീർത്തന കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരിണ്ടൽവതം ഉണ്ടാവതല്ല മമ. ആശ്രയം എന്നത് സർവാശ്രയഭൂതവും സ്വാശ്രയ അധിഷ്ഠിതവുമായ പരമാത്മ തത്വം തന്നെയാണ്. അധ്യാത്മം, അധിദൈവം, അധിഭൂതം എന്നിങ്ങനെ മൂന്നായിട്ട് പ്രത്യക്ഷമാകുന്ന ജീവചേതനയ്ക്ക് ഉത്തേജകവും ആധാരവുമായ ചിദ്രൂപമാണ് പരമാത്മാവ്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ വൈരാജനിൽ നിന്ന് വിശ്വം ഉണ്ടായതെങ്ങനെ എന്ന് വ്യക്തമാക്കുന്നു. വിരാട് പുരുഷൻ തൻ്റെ അണ്ഡം ഭേദിച്ച് പുറത്തു വന്നപ്പോൾ തൻ്റെ വാസസ്ഥാനം തേടിക്കൊണ്ട പരിശുദ്ധമായ ജലത്തെ സൃഷ്ടിച്ചു. ആ കാരണജലത്തിൽ 1000 ആണ്ടുകൾ വസിച്ചു. നാരായണൻ എന്ന നാമധേയം അങ്ങനെയുണ്ടായി. ദ്രവ്യം കർമ്മചകാലശ്ച സ്വഭാവോ ജീവ ഏവച യദനുഗ്രഹത സന്തി നസന്തി യദുപേക്ഷയാ. ദ്രവ്യവും കർമ്മവും കാലവും സ്വഭാവവും ജീവൻ തന്നെയും ആദിനാരായണമൂർത്തിയുടെ അനുഗ്രഹത്താൽ ഉണ്ടാവുന്നു, ഇല്ലാതാവുന്നു. ഏകനും സർവശക്തനുമായ ഭഗവാൻ അനേകനാകാൻ ഉദ്ദേശിച്ച് യോഗനിദ്ര വെടിഞ്ഞ് പ്രപഞ്ച മൂലക ബീജത്തെ തൻ്റെ മായ കൊണ്ട് അധിദൈവം, അധ്യാത്മം, അധിഭൂതം എന്നിങ്ങനെ മൂന്നായി വിഭജിച്ചു. ശരീര അന്തർഭാഗത്തുള്ള ആകാശത്തിൽ നിന്ന് ഇന്ദ്രിയശക്തി, മനഃശക്തി, ദേഹശക്തി എന്നിവയുണ്ടായി. അതിൽ നിന്ന് ചേതനാമയമായ പ്രാണൻ രൂപം കൊണ്ടു. രാജാവിന് അനുചരന്മാർ എന്നതുപോലെ സകല പ്രാണികളിലും ഉള്ള പ്രാണൻ ഇന്ദ്രിയങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഉള്ളിൽ ചലനമുണ്ടാക്കുന്ന പ്രാണൻ കാരണമായി വിരാട് പുരുഷന് വിശപ്പും ദാഹവും ഉണ്ടായിത്തുടങ്ങി. അപ്പോൾ തിന്നാനും കുടിക്കാനുമായി വായ പിളർന്നുണ്ടായി. പ്രാങ്മുഖം നിരഭിദ്യത. വിരാട് പുരുഷൻ സമസ്ത ജീവസ്വരൂപനാണ്. ആ സ്വരൂപത്തിൽ രസനേന്ദ്രിയാധിഷ്ഠാനമായ അണ്ണാക്ക് വെളിപ്പെട്ടു. നാവ് എന്ന രസനേന്ദ്രിയം രൂപപ്പെട്ടു. പിന്നീട് വിവിധ രസം ഉണ്ടായി. വചിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് വായിൽ നിന്ന് അഗ്നിയും വാഗിന്ദ്രിയവും അവയിൽ നിന്ന് വചനവും ഉണ്ടായി. ഘ്രാണിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള നിരന്തര ചലനം 2 നാസികാ ദ്വാരങ്ങൾ
ഉണ്ടാവാൻ കാരണമായി. ആ നാസികയിൽ ഗന്ധത്തെ വഹിക്കുന്ന വായുവും ഘ്രാണേന്ദ്രിയവും ഉത്ഭവിച്ചു. സ്വന്തം ദേഹത്തെ കാണാൻ ഇച്ഛിച്ച ആ പുരുഷന് നേത്രദ്വാരങ്ങൾ രണ്ടും തുറന്നു. ആദിത്യനാകുന്ന അധിഷ്ഠാന ദേവതയും നേത്രേന്ദ്രിയവും രൂപഗുണജ്ഞാനവും ഉണ്ടായി വന്നു. മുനിമാരാൽ വേദങ്ങളാകുന്ന സ്തുതികളാൽ ഉണർത്തപ്പെടുന്നതിനാൽ അത് കേൾക്കാൻ ആഗ്രഹിച്ച് കർണദ്വാരങ്ങൾ തുറക്കാൻ ഇടയായി. ദിക്കുകളാകുന്ന അധിഷ്ഠാന ദേവതകളും ശ്രവണേന്ദ്രിയവും ശബ്ദഗുണജ്ഞാനവും അങ്ങനെയുണ്ടായി. പദാർത്ഥങ്ങളുടെ മാർദ്ദവം, കാഠിന്യം, ലഘുത്വം, ഗുരുത്വം, ചൂട്, തണുപ്പ് ഇവയെ അറിയാനുള്ള ഇച്ഛ പുരുഷൻ്റെ ത്വഗിന്ദ്രിയത്തിൻ്റെ ഇരിപ്പിടമായ ചർമ്മത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായി. രോമ സുഷിരങ്ങളാകുന്ന ഇന്ദ്രിയത്വം, വൃക്ഷദേവതകളുടെ അധിഷ്ഠാനത്വം, ത്വഗിന്ദ്രിയത്താൽ ഗ്രഹിക്കപ്പെട്ട സ്പർശഗുണങ്ങളോടുകൂടിയ വായു ദേവത അകത്തും പുറത്തും വ്യാപിച്ചു കാണുന്നു. കർമാഭിലാഷം കൈകളുടെ ഉൽപ്പത്തിക്ക് കാരണമായി. ബലമാണ് കൈകളുടെ ഇന്ദ്രിയഭാവം. ഇന്ദ്രൻ അധിഷ്ഠാന ദേവത. ആദാനം എന്നത് കർമ്മം. ഗമനത്തിനുള്ള ഇച്ഛ കാലുകൾ ഉണ്ടാവാൻ കാരണമായി. ചരണങ്ങളാകുന്ന ഇന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവത വിഷ്ണു തന്നെ. ഗമനാഗമന പ്രവൃത്തി കൊണ്ട് യജ്ഞത്തിനുള്ള ഹവിസ് സമ്പാദിക്കുന്നു. സന്താനം, സംയോഗസുഖം, സന്താനലബ്ധിയിലൂടെയുള്ള സ്വർഗാദി ലോകപ്രാപ്തി എന്നിവയിൽ കൗതുകം ജനിച്ച പുരുഷന് ജനനേന്ദ്രിയാവയവം ഉത്ഭവിച്ചു. ഉപസ്ഥം എന്ന ജനനേന്ദ്രിയവും. കാമവികാരങ്ങളുടെ പ്രീതിസുഖം, അതിലെ ഇന്ദ്രിയം, ദേവത എന്നിവയെ രണ്ടിനെയും അവലംബിച്ചതാകുന്നു. ഭക്ഷിച്ച വസ്തുക്കളുടെ നിരുപയോഗാംശത്തെ വിസർജിക്കാനായി ആഗ്രഹിച്ചതിനാൽ ഗുദദ്വാരവും അതിൽ വായു എന്ന വിസർജനേന്ദ്രിയവും ഉണ്ടായി. മിത്രനാണ് അധിഷ്ഠാന ദേവത. ഇവയെ ആശ്രയിച്ച വിസർജനം എന്ന വ്യാപാരവും ഉണ്ടായി. ഒരു ദേഹത്തിൽ നിന്ന് മറ്റൊരു ദേഹത്തിലേക്ക് പകർന്നു പോകാൻ ആഗ്രഹിക്കുന്ന പുരുഷന് പൊക്കിൾ ചുഴി നിർഭിന്നമായി. അതിനാൽ അപാനം എന്ന ഇന്ദ്രിയം, മൃത്യു എന്ന അധിഷ്ഠാന ദേവത ഇവയും രൂപപ്പെട്ടു. അപാനനിൽ നിന്ന് പ്രാണൻ്റെ ബന്ധ വിശ്ലേഷരൂപമാവുന്ന മരണം ഉണ്ടായി. ഭക്ഷണപാനീയങ്ങളുടെ ആദാനത്തെ ആഗ്രഹിച്ച പുരുഷന് വയറും അതിൽ കുടലുകളും ഞരമ്പുകളും ആയ ഇന്ദ്രിയങ്ങളും ഉണ്ടായി. സമുദ്രങ്ങളും നദികളുമാണ് ഇവയുടെ അധിഷ്ഠാന ദേവതകൾ. ഉദരപൂർത്തിയും ശരീര വളർച്ചയും വ്യാപാരവും. മായയെക്കുറിച്ച് സദാസമയം ചിന്തിച്ചു കൊണ്ടിരിക്കെ ഹൃദയം എന്ന അധിഷ്ഠാനം ഉത്ഭവിച്ചു. അതിൽ മനസ്സാണ് ഇന്ദ്രിയം. ചന്ദ്രൻ അധിഷ്ഠാന ദേവത. സങ്കല്പവും അഭിലാഷവും അതിൻ്റെ വിഷയവും. ത്വക്ചർമ്മ മാംസ രുധിര മേധോ മജ്ജ അസ്ഥികൾ ഭൂമി, ജലം, അഗ്നി എന്നിവയുടെ വികാരങ്ങളായി ആവിർഭവിച്ചു. പ്രാണൻ ആവിർഭവിച്ചത് ആകാശം, വായു, ജലം എന്നിവയിൽ നിന്നാണ്. ശ്രോത്രാദി ഇന്ദ്രിയങ്ങൾ
ശബ്ദാദി വിഷയങ്ങളിൽ വ്യാപരിക്കുന്നു, ഗുണങ്ങളുണ്ടാക്കുന്നു. അഹങ്കാര തത്വത്തിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച് ഉണ്ടായവയാകുന്നു മനസ്സ്. സകല വികാരങ്ങളുടെയും സമൂഹമാണ് ബുദ്ധി. അത് വിവിധ ജ്ഞാനങ്ങളുടെ രൂപം ചേർന്നതുമാണ്. ഇങ്ങനെ ബ്രഹ്മാണ്ഡാകാരമായ ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണിച്ചു. അത് ഭൂമി തൊട്ടുള്ള 8 ആവരണങ്ങളാൽ വലയം ചെയ്യപ്പെട്ടതായും വ്യക്തമാക്കി. അതഃപരം സൂക്ഷ്മതമം അവ്യക്തം നിർവിശേഷണം അനാദിമധ്യനിധനം നിത്യം വാങ്മനസഃ പരം. അതിസൂക്ഷ്മമായി, അവ്യക്തമായി, അനിർവചനീയമായി, ആദിമധ്യാന്തഹീനമായി, എന്നും ഒരുപോലെയുള്ള വാക്കിൽ നിന്നും മനസ്സിൽ നിന്നും അതീതമായ സർവകാരണ സ്വരൂപത്തെയാണ് വർണ്ണിച്ചത്. ഈ സ്ഥൂല സൂക്ഷ്മ രൂപങ്ങൾ മായയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പരമജ്ഞാനികൾ രണ്ടും അംഗീകരിക്കുന്നില്ല. 37 ശ്ലോകം മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളിൽ സകല സൃഷ്ടികളും കർമ്മങ്ങളുടെ ഗതിഭേദങ്ങളാണെന്ന് ഉപപാദിക്കുന്നു. സൃഷ്ടിക്ക് ശേഷം ദേവതിര്യങ്നരാദികളെ നിലനിർത്തിക്കൊണ്ട് പരിപോഷിപ്പിച്ച് ഒടുവിൽ തന്നിൽ തന്നെ ലയിപ്പിക്കുന്നതായി വർണ്ണിക്കുന്നു. ഇങ്ങനെ ഈശ്വര സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും ജ്ഞാനികൾ കേവലം അത്തരത്തിൽ കാണുന്നതേയില്ലെന്നും ആ കർത്തൃത്വം മായയാൽ ഈശ്വരനിൽ ആരോപിക്കപ്പെട്ടതാണെന്നും തുടർന്ന് പ്രതിപാദിക്കുന്നു. മഹാകൽപ്പത്തിൻ്റെ ആരംഭത്തിൽ മൂലപ്രകൃതിയിൽ നിന്ന് മഹദഹങ്കാരാദി മൂലതത്വങ്ങളുടെ സൃഷ്ടിയുണ്ടാകുന്നു. അതാണ് പ്രാകൃത സൃഷ്ടി. അവാന്തരകൽപ്പങ്ങളിൽ മൂലതത്വങ്ങളുടെ സംയോഗത്താൽ ചരാചര പ്രാണിജാലങ്ങളുടെ സൃഷ്ടി നടക്കുന്നു. അതാണ് വൈകൃത സൃഷ്ടി. കൽപ്പാന്തങ്ങളിൽ വൈകൃതം പ്രാകൃതത്തിൽ ലയിക്കുന്നു. കാലത്തിൻ്റെ സ്ഥൂല സൂക്ഷ്മാത്മകമായ അളവ് തുടങ്ങി പാത്മം എന്ന കൽപ്പം വരെ എല്ലാം വിസ്തരിക്കാൻ പുറപ്പെടുകയാണ് ശ്രീ ശുകബ്രഹ്മർഷി. ശുകപരീക്ഷിത സംവാദത്തിൻ്റെ ഇത്രയും എത്തിയപ്പോൾ ശൗനകൻ സൂതനോട് മറ്റൊരു കാര്യം അന്വേഷിച്ചു. മൈത്രേയൻ വിതുരർക്ക് നൽകിയ ഉപദേശത്തെക്കുറിച്ച് വിസ്തരിക്കാനാണ് ശൗനകൻ ആവശ്യപ്പെട്ടത്. വിതുരൻ ഉറ്റവരെ വിട്ടുപോകാനുണ്ടായ കാരണം, വീണ്ടും വന്നു ചേർന്നതുവരെ ഉള്ള കാര്യങ്ങൾ, ഇവയൊക്കെ അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ശൗനകാദി ഋഷിപുങ്കവന്മാരോട് രാജാവായ പരീക്ഷിത്ത് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിച്ചറിഞ്ഞ സകല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം എന്ന് വാഗ്ദത്തം ചെയ്തു. പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിച്ച തത്വങ്ങൾ ഈ സ്കന്ധത്തിലെ പ്രധാന പ്രമേയമാണ്. അതുതന്നെയാണ് ഈ അധ്യായത്തിൽ കുറേ കൂടി വിപുലീകരിച്ച് വർണ്ണിച്ചത്. അടുത്ത സ്കന്ധത്തിലൂടെ വിതുര മൈത്രേയ സംവാദ രൂപത്തിൽ എന്താണ് വർണ്ണിക്കാൻ പോകുന്നതെന്ന സൂചന നൽകിക്കൊണ്ട് ദ്വിതീയ സ്കന്ധം സമാപിക്കുന്നു. അതീവ ശ്രദ്ധയോടെ ഭാഗവത കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളായ ശ്രോതാക്കൾക്ക് ആയുരാരോഗ്യ സൗഖ്യം പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനെയും
ഒപ്പം ഗുരുഭൂതന്മാരെയും സ്മരിച്ചുകൊണ്ട് ദ്വിതീയ സ്കന്ധത്തിലെ അവസാനത്തെ അധ്യായത്തിൻ്റെ സാരാംശം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.